ഹലോ ഗൈസ്, ഇന്നൊരു അടിപൊളി ഫിഷ് ബിരിയാണി, സൂപ്പർ ഫിഷ് ബിരിയാണി തന്നെയില്ല. റൈസൊക്കെ ഇങ്ങനെ വിട്ടിടുന്ന ലെവലിൽ അടിപൊളി ഒരു ഫിഷ് ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ട്യൂണ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഫിഷ് മസാല, ഈസ്റ്റേണ്ട ഫിഷ് മസാല, അതുപോലെ കുറച്ച് കല്ലുപ്പ്, ചെറുനാരങ്ങ, അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. ഇനി ഒരു പാൻ അടപ്പത്ത് വെക്കുക. അതിൽ ഞാൻ ആദ്യം കുറച്ച് സവാളയും അതുപോലെ കുറച്ച് മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിന് ശേഷം മല്ലിയില, പുതിനയില ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് ബിരിയാണി മസാല, അതിന് ശേഷം കുറച്ച് ഫിഷ് മസാലയും 2 ഡബ്ബ ട്യൂണ ഫിഷ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു പാക്കറ്റ് തൈര്, 1 ഡബ്ബ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ആ മീനിൻ്റെ തല വേവിച്ച വെള്ളം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് റൈസ് ഒരു 3/4 വേവ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കത് ദം ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് സവാള ഇട്ട് അതിൽ ആദ്യം കുറച്ച് റൈസ് ഇടാം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മസാല അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ മുന്തിരിയും ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമുക്ക് റൈസ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മല്ലിയില, പുതിന എല്ലാം ഇട്ട് ദം ചെയ്തെടുക്കാം. അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ദമ്മൊക്കെ ശരിക്കും കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.